ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രുതി നമ്മുടെ നീലിമയ്ക്ക് പിരികമൊക്കെ പ്ലക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഇരുത്തുവാണ് ബ്യൂട്ടി പാർലറിൽ. ഈ ടൈം നോക്കി ശ്രുതി വരുവാണ്. നീലിമയാണെങ്കിൽ കണ്ണാടി നോക്കി പിരികത്തിൻ്റെ ഷേപ്പൊക്കെ ആസ്വദിക്കുമ്പോഴാണ് ശ്രുതി കയറി വരുന്നത്. ശ്രുതി നേരെ റൂമിലോട്ട് കയറി നീലിമയുടെ ബാക്കിൽ നിൽക്കുവാണ്. അപ്പോൾ ഈ നീലിമ മിററിൽ കൂടി ശ്രുതിയെ കണ്ടിങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ഒറ്റ തിരിഞ്ഞിട്ട് ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതി പറയും, ആ നിനക്കെന്നെ ഓർമ്മയുണ്ടല്ലേടി എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, ഓക്കെ മാഡം എനിക്കിങ്ങനെ മതി ഐബ്രോസ്, ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് നീലിമ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുവാണ്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, നിക്കടി അവിടെ, നീ എങ്ങോട്ടാ ഓടുന്നത്, അവിടെ ഇരിക്കടി എന്ന് പറഞ്ഞ് ശ്രുതി നീലിമയെ പിടിച്ച് കസേരയിൽ ഇരുത്തുന്നുണ്ട് അവിടത്തെ. അപ്പോൾ നീലിമയ്ക്കാണെങ്കിൽ ദേഷ്യം വരും, നിങ്ങൾ എന്താ എന്നോട് ഇത്ര മര്യാദയില്ലാതെ സംസാരിക്കുന്നത്, നീ പോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ കാനഡയിൽ പോകാനിരിക്കുമായിരുന്നു, നീയായിട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ തന്നെ വന്നു നിന്നു. ശ്രുതിയാണെങ്കിൽ നീലിമയോട് തൻ്റെ സങ്കടമൊക്കെ പറയുവാണ്, നിനക്ക് എങ്ങനെ എന്നെ പറ്റിക്കാൻ തോന്നിയിട്ട്, ഞാൻ അത്രത്തോളമല്ലേ നിന്നെ സ്നേഹിച്ചത്, നിനക്ക് എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൂടെ നിന്ന് എൻ്റെ പൈസയൊക്കെ അടിച്ചു മാറ്റി കാനഡയ്ക്ക് പോകാൻ തോന്നി, ഏതായാലും നീ ഒരു വിധത്തിൽ പോയത് നന്നായി, അതുകൊണ്ടാണ് എനിക്ക് ദേവതയെ പോലെ ശ്രുതിയെ കിട്ടിയതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവളില്ലായിരുന്നെങ്കിൽ ഇവളാണ് എൻ്റെ ജീവിതത്തിൽ വെളിച്ചം, അല്ലെങ്കിൽ നീ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ, ഇപ്പോൾ നിന്നെപ്പോലത്തെ ഒരു പിശാശ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത് നന്നായെന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ നീലിമക്ക് ദേഷ്യം വരുവേ. നീലിമ പറയുന്നുണ്ട്, അതാ നന്നായില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും കസേരയെ പിടിച്ചിരുത്തുവേ. നിക്കടെ അവിടെ എന്ന് പറഞ്ഞ് ഇരുത്തുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട്, നിങ്ങൾ ആരാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനെന്ന് പറയുമ്പോഴേ നീലിമയുടെ കഴുത്തിന് കയറി ശ്രുതി ഇങ്ങനെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്, കഴുത്തിന് പിടിച്ചിട്ട്. ശ്രുതി പിടിച്ചു മാറ്റിയതുകൊണ്ട് നീലിമ രക്ഷപ്പെടും. കാരണം ശ്രുതി തൻ്റെ ദേഷ്യങ്ങളൊക്കെ തീർക്കുവാണ് നീലിമയെ കണ്ട കിട്ടിയ നിമിഷം. നീ കാരണം ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ എന്തോരം നാണം കെട്ടാ ജീവിക്കുന്നതെന്നറിയോ, എന്നെ പറ്റിച്ച് എൻ്റെ കൂടെ സ്നേഹം അഭിനയിച്ച് നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിക്കൊണ്ട് പോയില്ലേടി, എൻ്റെ ജീവിതം തന്നെ അതോടെ പോയി. അപ്പോൾ അവൾ നീലിമ അവിടെ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴും നോക്കുമ്പോഴേക്കും ശ്രുതി പറയും, അവിടെ ഇരിക്കടി, നീ ഇവിടെ നനങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം, പൈസ വെച്ചിട്ട് നീ ഇവിടെ നനങ്ങുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ, ഭീഷണിപ്പെടുത്തിക്കോ, എൻ്റെ കയ്യിൽ നിന്നൊരു പൈസ പോലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, 6 മാസം ഞാൻ ദേ ഇവൻ്റെ കൂടെ നടന്നതാ, ആ കാശ് അതിൽ ചിലവായി വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോഴേക്കും മറ്റേ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നാണമില്ലേ, നീ ഒരു പെണ്ണല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ, ആ പൈസ കൂടെ ഒരുത്തൻ്റെ കൂടെ നടന്നതിന് മുതലായി എന്ന് പറയുമ്പോഴേക്കും അങ്ങനത്തെ പെണ്ണിനെ വിളിക്കുന്ന പേര് വേറെയാന്നൊക്കെ പറയുവാണ് ശ്രുതി. ശ്രുതി ഏതായാലും നീലിമയെ നല്ലോണം ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി അപ്പോഴും പറയുന്നത്, മര്യാദക്ക് എൻ്റെ പൈസ വെച്ചിട്ട് പോയാൽ മതി, ആ പൈസ ഞാൻ എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും ബിസിനസ് ചെയ്ത് തിരിച്ചേൽപ്പിക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, എൻ്റെ പൈസ താന്ന് പറയുമ്പോഴേക്കും നീലിമ അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ലേ, ഒന്ന് പോടാ, നിന്റെ കൂടെ ഞാനൊന്നില്ലെങ്കിൽ 6 മാസം കഴിഞ്ഞതല്ലേ, ഇത് അതിൽ തന്നെ കൂട്ടിക്കോ, അതിനെ മുതലാക്കിക്കോ എന്നൊക്കെ പറയുവാണ് നീലിമ അപ്പോഴും. ശ്രുതി അപ്പോൾ ദേഷ്യം വന്ന് കുറേയൊക്കെ ചീത്ത പറയുന്നുണ്ട് നീലിമയെ. പക്ഷെ നീലിമ എവിടെ നിന്ന് കേൾക്കാൻ, നീലിമ വിട്ടു കൊടുക്കുന്നുണ്ടോ, ഞാൻ പൈസ, നീ എന്നെ പറ്റിച്ചല്ലടി പൈസ കൊണ്ടുപോയി എന്ന് ശ്രുതി പറയുമ്പോഴേക്കും നീലിമ പറയും, ഞാൻ പറ്റിച്ചെന്നോ, നീ ഒരു മണ്ടനായിപ്പോയി, നീയാണ് മണ്ടൻ, നീ മണ്ടനായതുകൊണ്ടല്ലേ എനിക്ക് ആ പൈസ തന്നതെന്നൊക്കെ പറഞ്ഞ് നീലിമ നമ്മുടെ ശ്രുതിയെ പൊട്ടനാക്കുവാണ്. ശ്രുതിക്ക് ദേഷ്യം വന്നിരിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ എന്തിനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ആ പോലീസിനെ വിളിച്ച്, ഓൾറെഡി നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുള്ളതല്ലേ, ഇവളെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, എളുപ്പം ഇങ്ങോട്ടേക്ക് വരാൻ പറയുമ്പോഴേക്കും നീലിമ പറയും, അയ്യോ പോലീസിനെ ഒന്നും വിളിക്കല്ലേ, എനിക്ക് നാളെ കാനഡയ്ക്ക് തിരിച്ചു പോകാനുള്ളതാന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അത് നല്ല കാര്യമാണല്ലോ, പോലീസ് കേസ് ആയിക്കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഇവിടെ നിന്ന് പുറം രാജ്യത്തോട്ട് പോകാനേ പറ്റത്തില്ല, ശ്രുതി എളുപ്പം വിളി, അല്ലെങ്കിൽ മര്യാദക്ക് ഞങ്ങളുടെ കാശ് ഇവിടെ വെച്ചോ എന്ന് പറയുമ്പോഴേക്കും നീലിമ അപ്പോഴും മിണ്ടുന്നില്ല. നീലിമ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്രുതി ഭീഷണിപ്പെടുത്തി നീലിമയെ കത്തി കാണിച്ചൊക്കെ ഭീഷണിപ്പെടുത്തി അടുത്ത ചെയറിലെടുത്തും. ശ്രുതി ആ ടൈമിൽ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുവാണെങ്കിൽ നീലിമയെ പിടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ രേവതിക്ക് പുതിയ പ്രശ്നം വന്നു ചേർന്നിരിക്കുകയാണ്. രേവതി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് രേവതി പൂക്കടയിൽ നിന്നും തിരിച്ചു വരുമ്പോഴേക്കും വണ്ടി കാണാനില്ല. രേവതി നോക്കുമ്പോഴേക്കും അവിടെ ചുറ്റിനും അന്വേഷിക്കുന്നുണ്ട്, രേവതിയുടെ വണ്ടി അവിടെ എവിടെയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ പിച്ചെടുക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടാവുകയെ, ആ ചേട്ടൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തെങ്കിലും തായേന്ന് പറയുമ്പോഴേക്കും രേവതി പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇവിടെ ഞാൻ എൻ്റെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടോന്ന് ചോദിക്കുമ്പോഴേക്കും ആ പിച്ചക്കാരൻ പറയുന്നുണ്ട്, ദേ അവിടെ ബോർഡ് കണ്ടില്ലേ, നോ പാർക്കിംഗ് ഏരിയയിലല്ലേ
റോഡിലല്ലേ വണ്ടി ഇട്ടേക്കുന്നത്. ആ പോലീസുകാരെടുത്തോണ്ടും പോയി എന്ന് പറയുമ്പോഴേക്കും രേവതി അയ്യോ ഈ ബോർഡ് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി വല്ലാതെ വിഷമിക്കുവാണേ. ബോർഡ് ശ്രദ്ധിക്കാതെയാണ് രേവതി ആ വണ്ടി ഇട്ടുകൊണ്ടും പോയത്. വണ്ടിയാണെങ്കിൽ പോലീസുകാരും കൊണ്ടുപോയി. അങ്ങനെ അത് കാണിച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ബ്യൂട്ടി പാർലർ തന്നെയാണ്. നീലിമ പറയുന്നുണ്ട് ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഇരുത്തിയാൽ അത് വലിയൊരു പണിഷ്മെന്റ് ആണ്, ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി തിരിച്ചും പറയുന്നുണ്ട് പിന്നെ ഏതായാലും നീ ചെയ്തതിനേലും വലിയ തെറ്റൊന്നുമല്ല അത്. പോലീസ് ഇവിടെ വന്ന് നീ കേസ് കൊടുക്കുക, പോലീസ് ഇവിടെ വെറ്റ് നിന്റെ കേസായിരിക്കും ഞങ്ങളുടെ കേസിനേലും വലിയ കേസ്, അതിൻ്റെ സെക്ഷൻ ഏതാണെന്നൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും നിനക്ക് അറിയാൻ പറ്റും. കാരണം പോലീസ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നീലിമയോട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എടി മര്യാദക്ക് എൻ്റെ കയ്യിൽ മേടിച്ച കാശ് തന്നു, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നീലിമ പറയും നിനക്ക് ഞാൻ കാശൊന്നും തരാൻ പറ്റില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ മേടിച്ച് എൻ്റെ കയ്യിൽ പൈസ എങ്ങാനും മേടിച്ചാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ശ്രുതി നല്ല ധൈര്യത്തിൽ പറയുന്നുണ്ട് നീ എന്ത് ചെയ്യും, നീ എന്തോ ചെയ്യുമോ എന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയേ പറ്റൂ എന്ന് പറയുവാണ്. അതേസമയം പോലീസ് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണേ. എന്നിട്ട് നേരെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൻ്റെ അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും നീലിമ പറയുന്നുണ്ട് സാർ നിങ്ങൾ വന്നത് നന്നായി, നോക്കിക്കേ ഇവരെന്നെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇവിടെ ഇരുത്തുമായിരുന്നു, പൈസക്ക് വേണ്ടിയൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തുന്നു സാർ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സാർ ഞങ്ങൾ ഇവക്കെതിരെ ഒരു കേസ് കൊടുത്തായിരുന്നു, ഞങ്ങളുടെ പൈസ അടിച്ചുകൊണ്ടും പോയി എന്ന് പറയുന്നത് അവളാണിത് നീലിമ എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് പറയുമ്പോഴേക്കും നീലിമ പക്ഷെ പറയുന്നുണ്ട് ഞാൻ ആരുടെ പൈസയൊന്നും കട്ടിട്ടില്ല സാറേ, ഞാൻ കാനഡയിൽ നിന്നും വന്നതാണ്, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും പോലീസ് ശ്രുതിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. നിങ്ങളല്ലേ കാനഡയിലോട്ട് പോയ നീലിമ, നിങ്ങൾക്കെതിരെ 6 മാസം മുമ്പേ ഇവർ കംപ്ലൈൻറ്റ് ചെയ്ത് തന്നതാണ്, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ നീലിമ പറയും സാർ ഞാൻ ആരുടെയും പൈസ കട്ടിട്ടൊന്നുമില്ല, അതെനിക്ക് വന്നു ചേരേണ്ട പൈസയാണ്, എനിക്ക് തരാനുള്ള പൈസയായിരുന്നു, നിങ്ങൾ ഭീഷണിപ്പെടുത്തി എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാനാണ് പ്ലാൻ എങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് കുറേ അധികം ഫോളോവേഴ്സ് ഉണ്ട്, അവരുടെ മുമ്പിലൊക്കെ ഞാൻ നല്ല വീഡിയോ എടുത്ത് പോലീസിനെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തി പൈസക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുവാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടും, അതോടെ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പണിയൊക്കെ തെറിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സാർ കണ്ടില്ലേ സാറിനെ വരെ ഇവൾ എങ്ങനെയാ ഭീഷണിപ്പെടുത്തുന്നതെന്ന് പറയുമ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കേസ് വന്നാൽ അത് നമുക്ക് അന്വേഷിച്ചേ പറ്റുള്ളൂ, മാഡം ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് പോലീസും നീലിമയോട് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. രേവതി പോലീസ് സ്റ്റേഷനിൽ ഓടിപ്പോയിട്ട് തൻ്റെ വണ്ടി നോക്കി അങ്ങനെ ഇരുന്ന് കരയുവാണ്. അപ്പോൾ അവിടെയുള്ള പോലീസുകാരനോട് പറയുന്നുണ്ട് സാർ ഇത് എൻ്റെ വണ്ടിയാണ്, നിങ്ങൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എൻ്റെ വണ്ടിയാണ്, പ്ലീസ് എനിക്കത് തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് നിങ്ങൾ പാർക്കിംഗ് ചെയ്യാത്ത സ്ഥലത്ത്, പാർക്കിംഗ് പാടില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തതുകൊണ്ട് എടുത്ത് കൊണ്ടുവന്നതായിരിക്കും സാർ, എൻ്റെ എല്ലാ ഡോക്യുമെൻസും ശരിയാണ്, ലൈസൻസ് എല്ലാം ശരിയാണ്, ഹെൽമെറ്റ് ഉണ്ട്, പക്ഷേ എൻ്റെ വണ്ടി എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുമ്പോഴേക്കും ആ പോലീസുകാരൻ പറയുന്നുണ്ട് ട്രാഫിക് എസ് ഐ പുറത്ത് പോയിരിക്കുകയാണ്, തിരിച്ചു വന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, ചാർജ് ഷീറ്റൊക്കെ അയാളുടെ കയ്യിലാണ് മാഡം, കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടുവാണ്. രേവതി കുറേ അപേക്ഷിച്ച് നോക്കും, പക്ഷേ വണ്ടി വിട്ടു കൊടുക്കുന്നില്ല, എസ് ഐ വന്നിട്ട് തരുള്ളൂ എന്ന് ഒറ്റ വാശിയാണ് പോലീസുകാർക്ക്. അപ്പോൾ രേവതി അങ്ങനെ അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ വിഷമിച്ചുകൊണ്ട് എന്നിട്ട് സച്ചിയേട്ടനെ വിളിച്ചു പറഞ്ഞാൽ എന്നെ ചീത്ത പറയുമല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് രേവതി അവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പോലീസുകാരൻ ശ്രുതിയെയും സുധിയും നീലിമയും കൂട്ടി സ്റ്റേഷനിലോട്ട് വരുന്നത്. രേവതി ഇവരെ കാണുന്നില്ല, രേവതി അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ ഇവർ ഇപ്പുറത്തെ സൈഡിൽ കൂടി വരുന്നുണ്ട്. നീലിമ പറയുന്നുണ്ട് സാർ എനിക്ക് പോകണം, പോയേ പറ്റുള്ളൂ, ഞാൻ പൈസയൊന്നും ആരുടെയും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സേ പറയുന്നുണ്ട് അകത്തോട്ട് വാദ്യം നമുക്ക് അകത്ത് പോയി സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റേ നമ്മുടെ നീലിമ അകത്ത് കയറി ചെന്നിട്ട് സാറിനോട് പറയുന്നുണ്ട് സാർ ഇവരെനിക്ക് തന്ന പൈസയാണ് സാർ, ഞാൻ അടിച്ചുകൊണ്ടും പോയതൊന്നല്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഇല്ല സാർ അത് നമ്മുടെ മ്യൂച്വൽ ഷെയർ ആയിട്ട് ഇട്ടതാണ്, പക്ഷേ ഇവളുടെ സ്വന്തം അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ട് അവൾ അതും കൊണ്ട് കാനഡയ്ക്ക് മുങ്ങിക്കളഞ്ഞു സാർ. എന്നിട്ട് അപ്പോൾ നമ്മുടെ നീലിമ പറയുന്നുണ്ട് സാർ ഞാൻ മുങ്ങിയതൊന്നല്ല സാർ, എന്നെ ആദ്യം കാനഡയിലോട്ട് പറഞ്ഞു വിട്ടിട്ട് പുറകെ വരാമെന്ന് പറഞ്ഞു, പക്ഷേ ഇയാൾ വന്നില്ല, ഇയാൾ ഇവിടെ വേറെ പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കുന്നു, ശരിക്കും ഇയാളല്ലേ എന്നെ പറ്റിച്ചതെന്ന് നീലിമ പറയുമ്പോഴേക്കും ശ്രുതി തർക്കിക്കുന്നുണ്ട് സാർ അങ്ങനെ ആരെങ്കിലും ചെയ്യോ, എൻ്റെ പൈസ മൊത്തം ഞാൻ ഇവളുടെ അടുത്ത് കൊടുത്തു വിട്ടിട്ട് ഞാൻ ഇവിടെ വേറെ പെണ്ണിനെ കെട്ടി താമസിക്കൂ, ഇവളത് അടിച്ചു മാറ്റിയതാണ് സാർ, ഞാൻ തന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അച്ഛന് റിട്ടയറായി ഇപ്പോൾ കിട്ടിയ ക്യാഷാണ്, അതുകൊണ്ട് ഞാൻ പുറത്ത് പോയൊരു ബിസിനസ്സൊക്കെ ചെയ്തിട്ട് അച്ഛനത് തിരിച്ചു കൊടുക്കാം എന്നൊക്കെ വെച്ച് നിൽക്കുവാണ്, പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇവളെന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടാനൊക്കെ ആ ശ്രുതി പറയുമ്പോഴേക്കും പോലീസുകാരൻ പറയും ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മര്യാദക്ക് അവരുടെ പൈസ നിങ്ങൾ അടിച്ചുകൊണ്ട് പോയത് തിരിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നീലിമക്ക് ദേഷ്യം വരുവേ സാർ ഞാൻ അത് അടിച്ചുകൊണ്ടും പോയതെന്നല്ല, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എൻ്റെ ലോയറിനെ വിളിക്കട്ടെ അവർ സംസാരിച്ചോളൂ നിങ്ങളോടൊന്ന് പറയുവാണ് നീലിമ. അതേസമയം മറ്റിടത്ത് രേവതി ഇങ്ങനെ കരച്ചിലാണ്. ആ ടൈമിൽ സച്ചി വിളിക്കുമ്പോഴേക്കും രേവതിക്ക് ടെൻഷനാവേ, ഈശ്വര സച്ചിയേട്ടൻ എന്നെ ചീത്ത പറയുമെന്നൊക്കെ ഓർത്ത് രേവതി ഇരിക്കുമ്പോഴേക്കും ഫോൺ എടുക്കുമ്പോഴേക്കും സച്ചി പറയും എവിടെ
എവിടെയാ രേവതി എന്ന് ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞ് കരയുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്ത് പറ്റി, അവർ വീണ്ടും വണ്ടി എടുത്തോണ്ടും പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും പൂക്കട വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും അതിനല്ല സച്ചിയേട്ടൻ, ഞാൻ പാർക്കിംഗ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പാർക്ക് ചെയ്തു, അപ്പോൾ അവർ വണ്ടി എടുത്തോണ്ടും പോയി എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. അപ്പോൾ സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്, നീ വിഷമിക്കേണ്ട രേവതി, ഞാൻ ഇപ്പോൾ ഓടി വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഇത്രയും കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് നിർത്തുന്നത്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.